ശാന്തി കൃഷ്ണ. ഇതാരാ? അയ്യോ യേശുട്ടെ, ഓടിവാ കണ്ണ, ചാടിവാ മുന്നേ. എന്റെ പൊന്നു യേശുട്ടെ, നിങ്ങളിത് എന്ത് കോലമാണ്? എടാ കണ്ണ, ഈ നാട്ടിൽ എവിടെ എന്തെങ്കിലും അപ്പം നമ്പൂരെ കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ തന്നെ അപ്പം നമ്പൂര്. രാവിലെ 5 മണി തൊട്ട് തുടങ്ങിയ മേക്കപ്പാ. എങ്ങനെയുണ്ട്? എന്റെ പൊന്നു യേശുട്ടെ, ഈ അപ്പം നമ്പൂതിരി എന്ന് പറഞ്ഞ ആൾ വയസ്സായിട്ടുള്ള ഒരാളാണ്, അല്ലാതെ ഇതുപോലെ ചെറുപ്പക്കാരനല്ല. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഞാൻ കേറി വാ. കണ്ണ, ഏതാടാ കിളവൻ? എന്റെ പൊന്നു യേശുട്ടെ, അതാണ് വർമ്മജി. ഹേ വർമ്മ ചേച്ചി. എന്റെ പൊന്നു യേശുട്ടെ, വർമ്മ ചേച്ചി അല്ല, വർമ്മജി. സോറി കണ്ണ. അലമ്പൊന്നും കാണിച്ചേക്കല്ലേ, എന്റെ ജീവിതം വെച്ച് കളിക്കാൻ പോലാണ്. ഞാൻ അങ്ങനെയൊക്കെ കാണിക്കോ? പുള്ളിക്കാരൻ പിടിച്ച് നമ്മുടെ ജീവിതം പോക്കാം. ഓക്കെ, അങ്ങനെയൊന്നും ഉണ്ടാവൂല. ഓക്കെ വാ. ശാരദേ, അപ്പം നമ്പൂതിരി എത്തിയിരിക്കുന്നു. നമസ്കാരം വർമാജി. നമ്പൂതിരിക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? 2 തണുത്ത സോഡിയം ഗ്ലാസും. എന്റെ പൊന്നേശോട്ട് അലമ്പല്ലേ, തിരുമേനിക്ക് ഇപ്പൊ ഒന്നും കുടിക്കാൻ വേണ്ട തമ്പുരാ. നമുക്ക് എന്നാലേ കർമ്മത്തിലേക്ക് വേഗം പോവാം, അതായിരിക്കും നല്ലത് അല്ലേ? അത് തന്നെ കർമ്മം, അതാ പറയാൻ വന്ന ഞാൻ. വാ വാ വാ. ചിങ്ങമാസം വന്നു ചേർന്ന. എന്റെ പൊന്നേശോട്ട്, ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാതെ ആ പുസ്തകമൊക്കെ എടുത്ത് നോക്ക്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്, അതൊക്കെ എഴുത്. എനിക്കറിഞ്ഞൂടെ കണ്ണാ, നീ ചെയ്യ്. എന്റെ പൊന്നേശോട്ട്, നിങ്ങൾ കുരി കിണ്ടി ഏറിയതാണ് നിങ്ങൾ ഈ വേഷം കെട്ടി വന്നിരിക്കുന്ന. നിനക്കറിയാലോ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. എന്റെ പൊന്നു മാറി, ഞാൻ എഴുതിക്കോളാം. അമ്മ പിന്നെ കർമ്മം തുടങ്ങിയാലോ? എടാ കണ്ണ, ഇതെന്താ ചെയ്യേണ്ടത് എനിക്കറിഞ്ഞൂടാ. എന്റെ പൊന്നേശോട്ട്, കയ്യിലിരിക്കണ കബഡി വെച്ചിട്ട് പഴുത്ത് പഴുത്ത്. എടാ കണ്ണാ, എന്തോ? എടാ ഭയങ്കര സുഖോടാ ഇത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാൻ. എന്റെ പൊന്നേശോട്ട്, ഇങ്ങനെ ഇരുന്ന അലമ്പല്ലേ, അതിന്ന് ആ സാധനം എടുത്തിട്ട് ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ മണ്ടയ്ക്ക് പോയി. എന്തായി ഇതുവരെ ഒന്നും ആയില്ലേ? യേശോട്ടാ, വർമ്മച്ചിട്ട് നാളെ മൂലമില്ലെന്ന് ചോദിക്കേ. ഹേ വർമാജി, നിങ്ങളുടെ നാള് മൂലമല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? വർമാജിയുടെ മുഖത്ത് എഴുതി വെച്ചിരിക്കണു മൂലമെന്ന്. ക്ഷമിക്കണം, അപ്പം നമ്പൂതിരി ഇത്തിരി രസികനാണേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ തലക്കുറിയാ? ആ തലക്കറി കഴിച്ചിട്ട് കുറെ നാളായിരിക്കണം അല്ലേടാ? എന്താണ് പറഞ്ഞത്? അപ്പം നമ്പൂതിരി തലക്കുറി വായിച്ചിട്ട് കുറെ നാളായി, അതാണ് ഈ പറഞ്ഞത്. വേഗം ഒന്ന് നോക്കണം തിരുമേനി, എന്റെ മോളുടെ കല്യാണത്തിനാണ്. മോളെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല ചരക്ക. ചരക്കെന്നല്ലോ, ആ ചക്കര എന്നാണ് അപ്പം നമ്പൂതിരി ഉദ്ദേശിച്ചത്. രസികനാണേ. സമയം 6 മണിയാൻ പോകുന്നു, എത്രയും പെട്ടെന്ന് നോക്കൂ. തിരുമേനി ഇതുവരെ വന്നിട്ടൊന്നും പറഞ്ഞില്ല. എടാ കണ്ണോ, 6 മണിയാകും, എനിക്ക് ബിവറേജിൽ പോണം. എന്റെ പൊന്നേശോട്ടോ, നിങ്ങൾ ഇങ്ങനെ ഇടുന്ന അലമ്പല്ലേ, പ്ലീസ്. എന്റെ ഫോൺ. ഇതാരുടെ ഫോണാ ഇതിലടിക്കുന്നത്? തിരുമേനി എന്നോട് ക്ഷമിക്കണം. കൂടെ എന്നോട്. അപ്പൊ ഈ നമ്പൂതിരി ക്രിസ്ത്യാനി ആയിരുന്നു? നമ്പൂതിരിയാണ്, യേശു നമ്പൂതിരി. പിന്നെ തമ്പുരാനെ, ഞങ്ങളോട് ക്ഷമിക്കണം. ഇവിടുത്തെ കൊച്ചിനായിട്ട് ഞാൻ ചെറിയൊരു ഇഷ്ടത്തിലാണേ, അതുകൊണ്ടാണ് ഈ കല്യാണം മുടക്കാൻ ഞാൻ യേശുവേട്ടനെ വിളിച്ചത്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല യേശുവേട്ടൻ ഇങ്ങനെ വരുമെന്ന്. ക്ഷമിക്കൂലേ? ക്ഷമിച്ചിരിക്കുന്നു, രണ്ടുപേരടുത്തും ക്ഷമിച്ചിരിക്കുന്നു. കണ്ണാ വർമ്മ ചേച്ചി ക്ഷമിച്ചെന്ന്, നമുക്ക് വേഗം പോവാം. നിക്കവിടെ. അങ്ങനെ പോയാലോ?